നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. മോഷണം വ്യാപകമാകുന്നതിൽ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാകുന്നു. കൊല്ലൻപടി, പുതുപന്നാനി, BM തുടങ്ങിയ പ്രദേശങ്ങളിൽ തുടർച്ചയായി മൂന്നാം ദിവസവും കടകൾ കുത്തിത്തുറന്ന് മോഷണ പരമ്പര നടത്തുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കർശന നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ രംഗത്തു വന്നു. പോലീസിന്റെ നടപടി ഇനിയും ഉണ്ടാകാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടിയുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി വിശദീകരിച്ചു. 2 ദിവസം മുമ്പ് നമ്മുടെ കൊല്ലംപടിയിലെ 7-8 കടകൾ കയറി അതിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറി അവിടെ സ്വർണ്ണം മോഷ്ടിച്ചു. എല്ലാ കടയിൽ നിന്നും അവർ ഈ ക്യാഷ് പൊളിച്ചിട്ടും പൈസ ഒക്കെ ഉണ്ടോന്ന് നോക്കിയിട്ടാണ് ഈ രീതിയിൽ അവർ കളവ് നടത്തിയിട്ടുള്ളത്. മിക്കവാറും കടയിൽ നിന്ന് 5000-10,000 പൊതുവെ കടയിൽ സാധനം വിറ്റ കാശ് വെക്കാത്ത ഒരു കാലഘട്ടം അതിന്റെ പേര് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കടകളിൽ ഈ ക്യാഷ് പൊളിച്ചിട്ടും കൂട്ടുപൊട്ടിച്ചിട്ടും ഗ്ലാസ് ഫ്രെയിം പൊട്ടിച്ചിട്ടൊക്കെയാണ് അവർ അകത്ത് കയറിയിട്ടുള്ളത്. പൂർണ്ണമായിട്ട് അയാൾ ഈ മനസ്സിലാവാത്ത രീതിയിലുള്ള ആകെ പൊതുങ്ങി ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ് അവൻ ഈ കളവ് നടത്തുന്നത്. പോലീസ് ആണെന്നുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം ആണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് ഇതുവരെ പോലീസിന് ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിപ്പോ ഇന്നും നിലയിൽ തുടങ്ങിയതല്ല, പല കാലങ്ങളായിട്ട് ഇതുപോലെ കള്ളന്മാരെ കടലിൽ കയറിയിട്ട് മോഷ്ടിക്കുകയും കടകൾ ആക്രമിക്കുകയും അവിടെ പ്രയാസപ്പെടുത്തൊക്കെ ചെയ്തിട്ട് പോലും പോലീസ് ഒരു എന്താ പറയാ ഈ കള്ളന്മാരെ ഇതുവരെ പിടിച്ചതായിട്ട് ഒരു അറിവ് നമുക്കില്ല. ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ഒരുത്തൻ ഭ്രാന്താന്ന് പറഞ്ഞിട്ട് നടക്കുന്നു. കടലിൽ കയറുക, സ്ത്രീകളിൽ നിന്നുണ്ടെങ്കിൽ വസ്ത്രം പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക, അവിടെ ഒന്നും ചെയ്യാൻ വയ്യാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കേറ്റം പറഞ്ഞ സ്ഥലത്ത് ഒരു കടയിൽ കയറിയിട്ട് അവരുടെ കടയിൽ 10,000 വരെ പച്ചക്കറി സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. പോലീസ് പരാതി പറഞ്ഞിട്ട് പോലീസ് യാതൊന്നും അവന് ചെയ്യും. അവൻ ശരിക്കും ക്രിമിനലാണ്, അവന് കള്ളൻ ഭ്രാന്തമൊന്നല്ല. അപ്പൊ ഈ രീതിയിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 3 ദിവസമാണ് ഇപ്പോൾ കള്ളൻ ഈ രീതിയിൽ ചെയ്യുന്നത്. കൊല്ലൻ്റെ പടി ഇന്നലെ പുതുവന്നാനിയിൽ ഒരു ഹോട്ടലിൽ, ഇന്ന് BMത്തിൽ 6ഓളം കടകളിൽ, അതേപോലെ ഒരു സ്കൂളിൽ ആണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരും ഭയത്തിലാണ്, അതേപോലെ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പോലീസിന്റെ നിഷ്ക്രിയത്വമായിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൊന്നാനി പോലീസിന്റെ നിഷ്ക്രിയത്വമായിട്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിന് ജില്ലാ കലക്ടർ, DYSP, SP എന്നിവർക്ക് പരാതി മെയിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. UK അബൂബക്കർ, CV മുഹമ്മദ് നവാസ്, ഷാമള, സിദ്ദിമോൻ, അനൂപ്, കബീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.